ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ 3 പേരും കൂടി സംസാരിച്ച് നിൽക്കുന്നതാണല്ലോ നിർത്തിയത്. അപ്പോൾ നമ്മുടെ നവ്യ ചോദിക്കണ്ടല്ലോ, എന്തിനാണ് ഞങ്ങൾ പോയോടത്തേക്ക് നീ കൂടി വരുന്നത്? അനിയുടെ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ല, അവർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇതവർ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയണ്ടല്ലോ. അതുപോലെ അബിക്കും അവരുടെ അമ്മയ്ക്കും ഒന്നും തീരെ താല്പര്യമില്ല, എനിക്കും അതുപോലെ തന്നെയാണ്. പിന്നെ ഇവളിങ്ങനെ ഒരുപാട് ത്യാഗങ്ങളൊക്കെ ചെയ്യണതുകൊണ്ടാ ഇവളിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയണേട്ടോ അതിനെ നോക്കിയിട്ട്. ഇപ്പം തന്നെ ആദർശൻ്റെ കാര്യം നിനക്കറിയാലോ, വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കായിരുന്നോ? അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ നന്ദുട്ടൻ പറയണ്ട കേട്ടോ, എൻ്റെ കാഴ്ചപ്പാടിൽ നയനേച്ചിയെ പോലെ തന്നെ ത്യാഗം ചെയ്യാൻ മനസ്സുള്ള ആളാണ് ആദർശേട്ടനും. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അയാൾ എന്ത് ത്യാഗം ചെയ്തു എന്ന് നീ പറയണേ? അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട്, ആദർശേട്ടൻ ചെയ്ത ത്യാഗത്തെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല ചേച്ചി. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ചന്തു മറ്റാരെങ്കിലും കുഞ്ഞാണോ? അപ്പം നന്ദും നയനയും തമ്മിൽ പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം രണ്ടുപേരും നോക്കിയിട്ട് നവ്യ പറയുന്നുണ്ട്, അല്ല പറച്ചിൽ കേട്ടിട്ട് അങ്ങനെ തോന്നണേ. അപ്പം നന്ദുട്ട് ഒഴിഞ്ഞു പറയട്ടോ. നന്ദുട്ടൻ പറയുന്നുണ്ട്, കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ചേച്ചി, ഇതിനെപ്പറ്റി നമ്മൾ മറച്ചും തിരിച്ചും എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നവ്യ പറയണ കേട്ടോ, ദേ ആദർശേട്ടന് വെള്ളം പൂശാൻ എല്ലാവരും ഇവള് ശ്രമിക്കുന്നത്, ഇവള് മാത്രമല്ല അന്തപുരിൽ എല്ലാവരും. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാതെ അയാൾ ന്യായീകരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അയാൾ ചെയ്ത തെറ്റ് ചെറുതും നല്ല നന്ദു. നിയമത്തിൻ്റെ വഴിക്ക് സഞ്ചരിക്കണമെന്ന് വിചാരിക്കണം നിന്നെപ്പോലെ ഒരു പെൺകുട്ടി ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പം നന്ദുട്ടൻ്റെ കൺട്രോൾ വിട്ട് തുടങ്ങിയിട്ട് അപ്പം നന്ദുട്ടൻ പറയുന്നത്, ചേച്ചി എല്ലാ മനുഷ്യർക്കും സഹിക്കണേനും ക്ഷമിക്കണേനൊക്കെ ഒരു പരിധിയുണ്ട്, അത് വിട്ട് കഴിഞ്ഞ പിന്നെ പ്രശ്നമാണ്. നമ്മളെ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കരുതെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ നിശ്ചയത്തിന് സമ്മതം മൂളിയതും. അതുപോലെ തന്നെ അവളെല്ലാവരും നമ്മൾ കുറച്ചെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. പക്ഷേ നവ്യേച്ചിയുടെ അബിയും അമ്മയൊന്നും ആ രീതിയിലല്ല സഞ്ചരിക്കണത്. ഇത് കേട്ടപ്പോൾ നവ്യ പറയുന്നുണ്ട്, അതെ നിന്നെ ഉപദേശിക്കാൻ വന്നിട്ട് നിങ്ങളായിട്ട് വഴക്കണമെന്ന് എനിക്ക് വയ്യ, നിങ്ങൾ രണ്ടുപേരെ ചേരുള്ളൂ. അത് കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയാണല്ലോ. എന്നിട്ട് നയനെ നോക്കി പറയുന്നുണ്ട്, അതുകൊണ്ട് നീ തന്നെ ഇവളെ ഉപദേശിച്ചാൽ മതി. എന്നിട്ട് പോകാനായിട്ട് ഭാവിച്ചിട്ട് പിന്നെ തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ദേ എന്തായാലും ഇവളുടെ നിശ്ചയവും കല്യാണം നടക്കണം അതും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോയി. അപ്പം നന്ദുടെ ദേഷ്യം വന്നിട്ട് നയനോട് പറയുന്നുണ്ട്, നവ്യേച്ചി ഇങ്ങനെ സംസാരിച്ചിട്ട് മിക്കവാറും സത്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഏതാണ്ട് അഭിയേട്ടനെ പോലെ ഒരുത്തൻ തന്നെയാണ് ഈ CI സച്ചിനും. അത് ഞാൻ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഒന്നും കാര്യമാക്കണില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കണ്ടിട്ടോ നമ്മുടെ നയന. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയനെയാണ്. ഓഫീസിൽ നിന്ന് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴേക്കും മാനേജർ വന്നിട്ടുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നുണ്ട് കേട്ടോ, ഓണം സെയിൽ പോലെ തന്നെ തകർപ്പൻ സെയിലാണ് ഈ മാസം നമ്മുടെ ബ്രാഞ്ചിൽ നടന്നിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്ന ബ്രാഞ്ച് നമ്മുടെ ബ്രാഞ്ചാണ്. ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സാറിനുള്ളതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിരിച്ചിട്ട് അനി ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനല്ല എനിക്ക് തരുന്നത്? അത് നമ്മുടെ എല്ലാവരെയും കൂട്ടായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമല്ലേ. നമ്മുടെ സ്ഥാപനത്തിലെ മുഴുവൻ സ്റ്റാഫുകൾക്കും ഞാനതിൻ്റെ ക്രെഡിറ്റ് ഷെയർ ചെയ്യണം. അപ്പോൾ മാനേജർ ചിരിച്ചിട്ട് തലയാട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അനി പറയുന്നുണ്ട്, കമ്പനിക്ക് ഉണ്ടായ ലാഭത്തിൻ്റെ ഒരു വിഹിതം എല്ലാവർക്കും ഉണ്ടാവും, സാലറി കൂടാതെ ലാഭവിഹിതവും ഉണ്ടാവും. അത് നമ്മുടെ കമ്പനിയുടെ നയമാണല്ലോ. അപ്പോൾ മാനേജർ പറയുന്നുണ്ട്, എന്നാലും ചുരുങ്ങിയ കാലം കൊണ്ടാണ് സാറിൻ്റെ മേൽനോട്ടത്തിലുള്ള ബ്രാഞ്ചുകൾക്ക് ഈ പുരോഗതി ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ബ്രാഞ്ചുകൾ പല സ്കീമുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് കേട്ടോ, സ്വർണ്ണത്തിന് വില സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ചില ഐഡിയാസിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. ആൾക്കാർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് സ്വർണ്ണം മേടിക്കാനാണ് 24 എന്നതിന് പുറമെ 18ഉം 9 കാരറ്റൊക്കെ വിറ്റ് തുടങ്ങിയത്. അത് ഗുണം കണ്ടു എന്ന് വേണം പറയാൻ. അപ്പം മാനേജർ പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ ആദർശ സാറിന് കൂടുതൽ ചുമതലകൾ ധൈര്യമായിട്ട് സാറിനെ ഏൽപ്പിക്കാം. അപ്പം അനി പറഞ്ഞിട്ട് കേട്ടോ, അയ്യോ അതൊന്നും വേണ്ട, ഇപ്പം തന്നെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്, പിന്നെ മറ്റു ടെൻഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ സമയം വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മാനേജർ പറയുന്നത് കേട്ടോ, കന്നിമാസം എന്ന് പറയുന്നത് പഞ്ഞമാസമായിട്ട് തന്നെ കാണുന്നത്, കല്യാണങ്ങളൊന്നും നടക്കില്ല, പക്ഷേ എന്നിട്ടും നമ്മൾ തകർപ്പൻ സെയിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അനി പറയുന്നത് കേട്ടോ, മുത്തച്ഛനും ഏട്ടനും ഒക്കെ ഉണ്ടാക്കിയ സൽപ്പേര് ഒരു കാരണവശാലും ഞാനായിട്ട് കളയാൻ പാടില്ല. അങ്ങനെ കളയണ ഒരുത്തൻ കുടുംബത്തിലുണ്ട്, അവനെ അറിയാലോ എന്ന് ചോദിക്കട്ടെ കേട്ടോ. അപ്പോൾ മാനേജർ തലയിട്ടായിട്ടുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ബ്രാഞ്ചുകളൊക്കെ ലാഭകരമാണെന്ന് അറിയുമ്പോൾ MD ആദർശേട്ടൻ്റെ മുഖത്തൊരു സന്തോഷം ഉണ്ടാവും. ആ സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. എന്നിട്ട് അനി പറയുന്നത് കേട്ടോ, അപ്പോഴേ കേക്ക് അറേഞ്ച് ചെയ്തോളൂ, നമുക്ക് എല്ലാ സ്റ്റാഫുകളായിട്ട് ഈ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കാം. ശരിയെന്ന് പറഞ്ഞിട്ട് മാനേജർ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുത്തച്ഛൻ ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശും അച്ഛനും ചെറിയച്ഛനെ കൂടിയിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, അനി എത്തിയില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തച്ഛൻ പറയണില്ല. അപ്പോൾ ആദർശ് ചിരിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, നമ്മുടെ മറ്റ് ബ്രാഞ്ചുകളൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് അവൻ്റെ മേൽനോട്ടത്തിലുള്ള ബ്രാഞ്ച് മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അജയനും പറയുന്നുണ്ട് കേട്ടോ, സീസൺ അല്ലായിരുന്നിട്ട് കൂടി നല്ല പ്രകടനം അവൻ നടത്തിയിരിക്കണേ. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അവനെല്ലാം മറന്നിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ തിളങ്ങുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു മുത്തച്ഛ, അവനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ടാണ് കേട്ടോ ജലജയും മോനും കൂടിയിട്ട് അവിടെ നിന്ന് കോണി ഇറങ്ങി വരുന്നത്. അപ്പോൾ ജലജ പറയാണ്, അതെ ഞാൻ അതങ്ങോട്ട് പറയാനിരിക്കുക, ഇവന് വെറും സ്റ്റാഫായിട്ട് ഇരുത്താതെ ഇവന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം ആദർശേ. അപ്പോൾ ആദർശും അച്ഛനൊക്കെ പരസ്പരം നോക്കുകയാണ് കേട്ടോ. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇനി ഇവൻ്റെ കാര്യമല്ല ആദർശ് പറഞ്ഞത്, അനിയുടെ കാര്യമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടോടുകൂടി ജലജയുടെയും മോൻ്റെ മുഖം അങ്ങോട്ട് പോയി. അപ്പോൾ ചിരിച്ചിട്ട് അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അനി നോക്കണ ബ്രാഞ്ചുകളിലൊക്കെ സെയിൽസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അവനെ ഏൽപ്പിച്ച ജോലി അവൻ ഭംഗിയായി നിർവഹിച്ചു എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അബിയുടെ മുഖം കാണണം കേട്ടോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, വിശ്വാസത്തോടെ ഇവനൊരു ജോലി ഏൽപ്പിച്ചാലേ ഇവനത് ചെയ്യാതെ തീർക്കാൻ പറ്റൂ.
അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് ഇവനെ ഏൽപ്പിച്ച ജോലിയൊക്കെ ഇവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവനെ തരം താഴ്ത്തിയത്. അപ്പോൾ അബിയുടെ മുഖം ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ നീ അനിയുടെ അണ്ടറിലും വരും. പകുതി ഭാരം അനിനെ ഏൽപ്പിക്കാൻ എൻ്റെ തീരുമാനം. അപ്പോൾ ഇത് കേട്ടപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ മോനെ അത്രയ്ക്കൊന്നും അവനായിട്ടില്ല കേട്ടോ. അപ്പോൾ ആദർശ് പറയേണ്ട ഇളയച്ച കമ്പനിയുടെ MD എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കഴിവുകളും പോരായ്മകളൊക്കെ ഉണ്ടെന്ന്. ജലജി അബി ഇങ്ങനെ പല്ലി കടിച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനിയെത്തിയിട്ടുണ്ട്. അതേ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയെത്തിയപ്പോഴേക്കും മുത്തച്ഛൻ വേഗം എനിച്ചിട്ട് പറയുന്നുണ്ട് കൺഗ്രാജുലേഷൻ മോനെ എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കൻ്റെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് നിന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയാക്കിയേനെ നിനക്കൊരു പാർട്ടി തന്ന് ഒതുക്കാനല്ല ആദർശിൻ്റെ തീരുമാനം. നിനക്കിനി കമ്പനിയുടെ കൂടുതൽ ചുമതലകൾ തരാൻ പോവാ നിൻ്റെ ഏട്ടൻ. അപ്പോൾ അനിയാകോ അയാൾ നിൽക്കണം കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് കമ്പനിയുടെ പകുതി ഭാഗം ഇനി നീ നോക്കണം എന്നാണ് പറയണത്. അപ്പം അനി പറയണ്ട അയ്യോ ഇപ്പോഴുള്ള തന്നെ കൂടുതലാ ഇനി അതിൻ്റെ കൂടെ പകുതിയൊന്നും വേണ്ട. അപ്പോൾ ആദർശ് പറയണ്ടോ നീ തുടക്കം മുതലേ തടസ്സങ്ങളൊക്കെ പറയുന്നുണ്ട്. കഴിവും പ്രാപ്തിയുള്ള മാനേജർമാർ നമ്മുടെ കമ്പനിയിലുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാലേ കമ്പനി കൂടുതൽ വളരും. എനിക്ക് കുറച്ചും കൂടി അധികാരം നൽകാൻ വേണ്ടിയിട്ട് കമ്പനി തീരുമാനിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് നിന്നെ ഏൽപ്പിക്കുന്ന ജോലി നീ കൃത്യമായിട്ട് ചെയ്തോളണം അത്രേ ഉള്ളൂ. അപ്പോൾ അനി ചോദിക്കണ്ട കേട്ടോ ഉള്ള ഭാരം മുഴുവൻ എന്നെ ഏൽപ്പിച്ചിട്ട് ഏട്ടെന്താ വല്ല വനവാസത്തിനും പോവാണോ? അപ്പോൾ ചിരിച്ചിട്ട് ആദർശ് പറയണേടാ ഇത്രയും നാൾ എല്ലാ ഭാരം ഞാനല്ല ഒറ്റയ്ക്ക് നോക്കിയത് ഇനി നീയും കൂടി നോക്കണം. അപ്പോൾ ജലജ പറയുന്നുണ്ട് അവനതിന് താല്പര്യമൊന്നുമില്ല കുറച്ചെങ്കിലും ഉത്തരവാദിത്തം അബിക്ക് കൊടുത്തുവിടച്ചാ. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് ഇവൻ എന്തുകൊണ്ടാണ് ചുമതലകൾ ഏൽപ്പിക്കാത്തതെന്ന് ഇവന് നന്നായിട്ട് അറിയാം. അപ്പോൾ ജലജ അബിനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് ഇവനിപ്പോൾ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നതിൻ്റെ മഹാഭാഗ്യം കരുതിയിട്ട് നീ നിൻ്റെ നാവടക്കിക്കോ ജലജേ, അതാ നിനക്ക് നല്ലത്. അപ്പോൾ ജലജയുടെ മുഖം അവിടെ ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ നന്ദുട്ടൻ്റെ വീട്ടിലാണെങ്കിൽ കനകാമ്മ അങ്ങനെ വിളക്ക് തുടച്ചുകൊണ്ടിരിക്കാം ഭയങ്കര സന്തോഷത്തിൽ. നന്ദുട്ടന് മാത്രമേ ഉള്ളൂ ഒരു സന്തോഷമില്ലാത്തത്. അപ്പോൾ നവ്യ ചിരിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ നന്ദുവിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ അച്ഛനോട് കട ആർക്കെങ്കിലും കൊടുക്കാൻ പറയണം. ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന എന്തിനാ? അപ്പോൾ കനകാമ്മ പറയുന്നുണ്ട് കേട്ടോ മോൾക്കറിയാലോ ഈ വീട് പോലെ ആദർശമോൻ മേടിച്ചു തന്നതാ. പിന്നെയും ആദർശമോനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ലോ മോളെ. അപ്പോൾ നവ്യയ്ക്ക് അത് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് പിന്നെ പഴയ പോലെ ഓടി നടന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയാനുള്ളത് അതൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? ഇനിയിപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും ഗോവിന്ദേട്ടൻ കടയൊന്നും പെട്ടെന്ന് ആർക്കും കൊടുക്കില്ല. അപ്പോൾ അതിനിടയ്ക്ക് നായൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ മാസവും അനിയുടെ ബ്രാഞ്ചിലാണ് സെയിൽസ് കൂടുതലായിട്ട് നടന്നത്. അപ്പോൾ നവ്യയ്ക്ക് അത് കേട്ടിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതാണോ പോകുന്നുള്ള നിലയ്ക്കാണ് നമ്മുടെ നവ്യ നിൽക്കുന്നത്. പക്ഷേ നന്ദൂട്ടൻ്റെ മുഖത്ത് നല്ല തെളിച്ചുണ്ട്. അപ്പോൾ നയനെ സന്തോഷത്തോടു കൂടി പറഞ്ഞിട്ട് കേട്ടോ അനി ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം വൻ വളർച്ചയാണ് അനി നോക്കുന്ന ബ്രാഞ്ചുകൾക്ക് ഉണ്ടായെന്നാണ് ആദർശേട്ടൻ പറഞ്ഞത്. കനകമ്മ ആദ്യം ഇങ്ങനെ ചിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് നന്ദൂട്ടനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദൂട്ടൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. നന്ദൂട്ടൻ്റെ മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ടേ. എന്നിട്ട് നന്ദൂട്ടൻ എന്തോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ കനകമ്മ ഇടി അതിന് നിനക്ക് എന്താ അത്ര സന്തോഷം? അപ്പോൾ നന്ദൂട്ടൻ പറയുന്നത് കേട്ടോ പിന്നെ കേട്ടത് അതുപോലെ സന്തോഷമുള്ളൊരു കാര്യമില്ലമ്മേ. ആ നേരത്തെ പിന്നെ സന്തോഷിക്കാത്ത കാര്യമാണോ? അപ്പോൾ നമ്മുടെ നവ്യ തുടങ്ങിയിട്ടുണ്ട്. നവ്യ പറയുന്നുണ്ട് അബിക്കൊരു ജ്വല്ലറി കൊടുത്തിട്ട് വീണ്ടും അവനെ സ്റ്റാഫായിട്ട് തരം താഴ്ത്തി. എനിക്ക് കഴിവ് തെളിയിക്കാനുള്ള അവസരം കൊടുത്തു. അവനത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ അവസരം കിട്ടിയാലല്ലേ എല്ലാവർക്കും നന്നാവാൻ പറ്റൂ. ബാക്കി എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനകമ്മ പറയുന്നുണ്ട് അവസരം കൊടുത്തപ്പോഴേ അത് പാഴാക്കി കളഞ്ഞവൻ അബി. അതുകൊണ്ടാണ് ആദർശമോൻ അവനെ വെറും സ്റ്റാഫാക്കിയത്. അപ്പോൾ നവ്യ പറയുന്നുണ്ട് കേട്ടോ അതൊന്നും അല്ല അമ്മേ. ആദർശേട്ടന് പ്രിയം അനിയോടാ. അവർ രാമലക്ഷ്മണന്മാരെ പോലല്ലേ വളർന്നത്. അബി എന്നും പുറമ്പാക്കായിരുന്നു. അപ്പം നയനെ ചോദിക്കട്ടോ എന്നാലും അവൻ്റെ ഭാഗത്ത് തെറ്റ് ചേച്ചി കാണില്ല അല്ലേ? അപ്പം നവ്യ പറയണ്ടേട്ടാ അവൻ എൻ്റെ ഭർത്താവടി. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവൻ്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. എന്തായാലും നിൻ്റെ ഭർത്താവിൻ്റെ അത്ര കൊല്ലരുന്നവനല്ല അബി. അപ്പം നന്ദൂട്ടൻ പറയട്ടെ ആദർശേട്ടനും അബിയേട്ടനും തമ്മിൽ കമ്പയർ ചെയ്യല്ലേ ചേച്ചി. ആദർശേട്ടൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും അബിയേട്ടനില്ല. അപ്പം നവ്യ പറയണ്ട അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഒരു കുടുംബത്തെ മുഴുവൻ കരിവാരി തേച്ചവനാ ഈ ആദർശേട്ടൻ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനയാൾ. അപ്പം ഞാൻ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. എന്നിട്ട് പറയണ്ടേ ചേച്ചി എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ, പക്ഷേ ആദർശേട്ടനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം നവ്യ പറയണ്ടേ അതുപോലെ തന്നെയാണ് എൻ്റെ അബിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കും പൊള്ളു. അപ്പോൾ കനകമ്മ പറയണ്ട എൻ്റെ ഇടയ്ക്ക് നവ്യ മോളെ അതിന് അവനെക്കുറിച്ച് പറയണേന് കാര്യമുണ്ട്. പിന്നെ ഇവളുടെ ഭർത്താവിനെ കുറിച്ച് പറയണല്ലോ കാര്യമില്ലാത്തത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നയനെ പറയണ്ടേട്ടോ ഒന്നും മിണ്ടണ്ടമ്മേ. സംസാരം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പിന്നെ അത് വലിയ വഴക്കാവും. അപ്പം നന്ദുട്ടെ എന്നിട്ട് പറയണ്ടേ എന്തായാലും എല്ലാവർക്കും അനിയെക്കുറിച്ചുള്ള പരാതി തീർന്നല്ലോ. അവന് വാശിയായിരുന്നു ബിസിനസ്സിൽ വിജയിക്കണമെന്ന്. അതേതായാലും നടന്നു. അതും പറഞ്ഞിട്ട് നന്ദുട്ടെ എനിക്ക് പോയിട്ടോ. അപ്പോൾ കനകമ്മ എന്ന് ചോദിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം നന്ദുട്ടെ അങ്ങനെ പറഞ്ഞു പോയപ്പോൾ നയൻ എന്തോ സംശയത്തിൽ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നന്ദുട്ടെ നേരെ പോന്നിട്ട് അനിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനി ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയുമ്പോഴേക്കും പറയുന്നുണ്ട് എടാ കൺഗ്രാജുലേഷൻ. എന്തിനെ ചോദിക്കണ്ട കേട്ടോ. അപ്പം നന്ദുട്ടെ പറഞ്ഞു നിൻ്റെ ബ്രാഞ്ചുകളല്ലേ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്, അതിനൊന്ന് അഭിനന്ദിച്ചേക്കാന്ന് വെച്ചു എന്ന് പറയണ്ട കേട്ടോ. അത് നീ അറിഞ്ഞല്ലേ? അറിഞ്ഞു. ഇതിനെ ചിലവുണ്ട് കേട്ടോ എന്ന് പറയണ്ട കേട്ടോ നന്ദുട്ടൻ. അപ്പം അനി പറയണ്ട അതെന്ത് വേണമെങ്കിൽ ചെയ്യാം, അതിന് നിന്നൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാൽ മതി. എന്നിട്ട് അനി പറയണേ നീ ഒരു കാര്യം ചെയ്യേ 1-2 ദിവസം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നീ അവിടെ നിന്ന് മുങ്ങ്, ഞാനും മുങ്ങാം, എന്നിട്ട് നമുക്ക് 1-2 ദിവസം എവിടെയെങ്കിലും പോയി താമസിക്കാം. അപ്പം നന്ദുട്ടൻ പറയണേ ആഹാ അത്രയ്ക്കൊന്നും ആയിട്ടില്ലേ കേട്ടോ എന്ന് പറയണ്ടിട്ടാ. അപ്പോഴേക്കും സംസാരം കേട്ടിട്ട് നയന റൂമിലേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ല കേട്ടോ. നന്ദുട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ വെറുതെ ഒരു സീൻ ഉണ്ടാക്കാനായിട്ട് ഒന്നും പറയല്ലേ. അപ്പോഴേക്കും നയനെ കണ്ടു കേട്ടോ. അപ്പോൾ നന്ദുട്ട് അവിടെ നിന്ന് ചാടി ഇട്ടിട്ട് പറയുന്നുണ്ട് ഫോണിൽ പറയുന്നുണ്ട് ഞാൻ വിളിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അനിയൊന്നും മനസ്സിലാവണേ ഹലോ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അപ്പോഴേക്കും ഫോൺ കട്ടായി.
അപ്പം നയന ചോദിക്കണ്ട കേട്ടോ, എന്തിനാ കട്ടാക്കിയത്? സംസാരിച്ച് തീർത്തിട്ട് വെച്ചാൽ പോരായിരുന്നോ? അപ്പം നന്ദിട്ട് അത് പിന്നെ ഞാൻ എന്നൊക്കെ പറയണ്ട കേട്ടോ. അപ്പോൾ നയന ചോദിക്കട്ടെ, നീ ഇപ്പോഴും അനി വിളിക്കാറുണ്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, ഞാൻ പിന്നെ അവനൊന്ന് അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ന് വെച്ചാൽ അതുപോലെ നല്ലൊരു വാർത്തയല്ലേ ചേച്ചി പറഞ്ഞത്. അപ്പം നയന പറയണ്ട, അവനെ അഭിനന്ദിക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അമ്മയും അച്ഛനൊന്നും വിളക്കിയിട്ടും നിനക്ക് അവനെ വിളിക്കാതിരിക്കാൻ പറ്റണില്ല അല്ലേ? അപ്പം നന്ദൂട്ടൻ പറയട്ടെ, ചേച്ചി ദയവ് ഇത് അച്ഛനോടും അമ്മയോടൊന്നും പറയരുത്. അപ്പം നയന പറയുന്നുണ്ട്, ഞാനിതെന്തായാലും ആരോടും പറയാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സ് എനിക്ക് പിടികിട്ടണില്ല. ഒരു സൈഡിൽ പ്രണയം, മറു സൈഡിൽ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹമായിട്ട് മുന്നോട്ട് നീങ്ങിയ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്, ആദർശേട്ടനെ എനിക്കൊക്കെ നിങ്ങളെ ഒന്നിക്കണമെന്നുണ്ട്. നിന്നെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷേ അത് നടക്കാൻ ഒരുപാട് കടമ്പകളുണ്ട് മോളെ. അതൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിനെ നിയന്ത്രിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ എല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതും പറഞ്ഞിട്ട് നയന പോയപ്പോൾ നന്ദൂട്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കണം കേട്ടോ റൂമിൽ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ വീടാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അച്ഛൻ അടുത്ത് ചെന്നിട്ട് പറയേണ്ടടാ, നീ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡുള്ള ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലാത്തവരൊക്കെ നിശ്ചയത്തിന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സച്ചി പറയണ്ട കേട്ടോ, എന്തിനാ അച്ഛാ ഒരു ചെറിയ നിശ്ചയത്തിന് എല്ലാവരും കൂട്ടണത്? ഇനിയിപ്പോൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ അറിയാത്തവരോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം അച്ഛൻ പറയണ്ട, അതുകൊണ്ടല്ലേ ഞാനും നിൻ്റെ അമ്മയൊക്കെ കൂടിയിട്ട് 1-2 ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കണ്ട, ഇനി കല്യാണത്തിന് അത് പോരെ? അത് മതി, എന്തിനാ വെറുതെ അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടാക്കി വെക്കണത്? അപ്പം അച്ഛൻ പറയണ്ട കേട്ടോ, ചിലവുണ്ടാക്കുന്നത് മാത്രമല്ല വരുന്നവരൊക്കെ നല്ലതിന് മാത്രമായിരിക്കില്ലേ വരണത്. എന്ന് പറയണ്ട കേട്ടോ സച്ചി. അപ്പോൾ അച്ഛൻ പറയണ്ട്, കല്യാണവും കണ്ട് സദ്യയും കഴിച്ചിട്ട് മാനിയായിട്ട് അങ്ങ് പോകത്തൊന്നുമില്ല, അതിൻ്റെ കൂടെ പരദൂഷണവും തള്ളും. നിന്നെക്കുറിച്ചാണെങ്കിൽ പറയാൻ ഒരുപാടുണ്ടല്ലോ. അപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, എന്തപ്പം എത്ര പറയാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, അതെന്നെ കൊണ്ട് പറയിക്കാത്തത് നിനക്ക് നല്ലത്. അപ്പോൾ സച്ചി ചമ്മി പോയിട്ടോ. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും എടിപിടി നിശ്ചയം വരെ കാര്യങ്ങളും കൊണ്ട് എത്തിച്ചത് നന്നായി. അപ്പോൾ സച്ചി പറയണ്ടേട്ടോ, നമ്മുടെ വീട്ടിലേക്ക് നന്ദുൻ്റെ അച്ഛനമ്മയും വന്നായിരുന്നല്ലോ, അവർക്ക് ഈ വീടും പരിസരമൊക്കെ ഒത്തിരി ഇഷ്ടമായി. പിന്നെ അവളുടെ അച്ഛനമ്മയ്ക്കൊക്കെ എന്നെ ഭയങ്കര ജീവനാ. അപ്പം അച്ഛൻ പറഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞോളൂ അതൊക്കെ മാറിക്കോളും, പിന്നെ നീ അവരുടെ ജീവൻ എടുക്കാതിരുന്ന കൊള്ളാം. അപ്പോൾ സച്ചി ദേഷ്യം വന്നിട്ടുണ്ട്, ഇതേപോലെ സ്വന്തം മക്കളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന തന്തമാർ കുറവാ. അപ്പം അച്ഛ വിട്ട് കൊടുക്കണില്ല കേട്ടോ. അച്ഛൻ പറയണ്ടേടാ, പോസിറ്റീവായിട്ട് പറയാൻ എന്തെങ്കിലും വേണ്ടടാ. അതും വേണ്ട, അച്ഛ അവിടെ നിന്ന് പോക്ക പോയി. ഈ സമയം നമ്മുടെ അനിയാണെങ്കിൽ എന്തോ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശം അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്താ മോനെ ഇപ്പോഴും ഒരു സന്തോഷമില്ലാത്തേ? നിന്റെ കഴിവിനനുസരിച്ചുള്ള അധികാരം നിനക്ക് തന്നില്ലേ? അപ്പം അനി പറയണ്ട കേട്ടോ, എന്തൊക്കെ തന്നാലും എത്രയൊക്കെ വെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാലും സ്നേഹിച്ച പെണ്ണെ കിട്ടിയില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാട്ടാ. പിന്നെ എന്ത് നേട്ടമുണ്ടാക്കിയാലും അതിലൊന്നും സന്തോഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആദർശ് പറയണ്ട കേട്ടോ, നിന്നോട് ഞാൻ പറയണ്ടെന്ന് കരുതിയിരിക്കുകയായിരുന്നു, എന്നാലും നീ ഇത് പറഞ്ഞോണ്ട് പറയാ. നയനി ഞാനൊക്കെ ചെറിയൊരു ശ്രമം നടത്താനിരിക്കുകയായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. പക്ഷേ അതേപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ നന്ദുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഈ വിഷയം പറഞ്ഞ ഒരാൾ ആത്മഹത്യ ശ്രമിച്ചു, നയനയുടെ അമ്മ. അതിനെപ്പറ്റി നന്ദുവിനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ആദർശ് പറയണ്ട, അപ്പോൾ എല്ലാ കാര്യങ്ങളും നിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ടല്ലേ അവള്? അപ്പോൾ അനി പറയണ്ട കേട്ടോ, എന്താ സംശയം, അവളുടെ മനസ്സിലുള്ളതെല്ലാം എന്നോട് പറയാറുണ്ട്. ആ മനസ്സറിഞ്ഞിട്ടാ അവൾ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് ഞാൻ എല്ലാവരോടും തറപ്പിച്ച് പറഞ്ഞത്. പക്ഷെ എൻ്റെ വാക്കാരും കേൾക്കണില്ല. എടാ, നയനയും അച്ഛനും അമ്മയും ഇളയമ്മയൊക്കെ വിവാഹത്തിന് അനുകൂലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും തടസ്സമില്ല. നീയേ ഇപ്പോൾ ബിസിനസ്സിന് ശ്രദ്ധിച്ചു തുടങ്ങി, നിന്നെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും നല്ല മതിപ്പാ. ആ സമയത്ത് വെറുതെ മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നീ പഴയ പോലെ വെറുതെ ഉഴപ്പി നടക്കരുത്. അപ്പോൾ അനി പറയണ്ട കേട്ടോ, നന്ദുവിന് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അച്ഛനമ്മേനെ ശല്യം ചെയ്യാതിരിക്കാം. ഏട്ടാ, പക്ഷെ നാളെ അവളൊരു വിവാഹം കഴിക്കാൻ പോകുന്നു അറിഞ്ഞാൽ എത്രത്തോളം എന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ മുത്തശ്ശി വന്നിട്ട് ഇവർ സംസാരമൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കണമെന്നല്ല, ചില നേരത്ത് അതിനെ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പിടിവിട്ട് പോവും. ഞാൻ പറഞ്ഞില്ല ഏട്ടനോട്, ഏട്ടൻ്റെ അധികാരങ്ങൾ മുഴുവൻ എനിക്ക് കൈമാറിയാലും ശരി, മൂർത്തി ജ്വല്ലറിയുടെ MD ആണ് ഞാനെന്ന് പറയണതേക്കളവും എനിക്ക് സന്തോഷം ഞാൻ നന്ദുവിൻ്റെ ഭർത്താവാണെന്ന് പറയണതാ. മുത്തശ്ശിക്ക് ഇത് കേട്ടിട്ട് ആകെ വിഷമമായിട്ടോ ആദർശിനും. മുത്തശ്ശിനെ ഇവർ കണ്ടിട്ടില്ല. അങ്ങനെ മുത്തശ്ശി ഇത് കേട്ടപ്പോൾ മുത്തശ്ശി തിരിച്ചുപോയി. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇനി ഇതിൽ കൂടുതൽ ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എനിക്കറിയില്ല. അപ്പോൾ ആദർശ് പറഞ്ഞിട്ടാ, എടാ എല്ലാം ശരിയാവും, ഈ കാര്യത്തിൽ ദൈവം നിങ്ങളൊപ്പം ഉണ്ടാവുന്ന എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതും കേട്ട് അനി ഇങ്ങനെ ഒരു ചെറിയ പുഞ്ചിരിയുണ്ട്, വേദനയോടുകൂടി ഒരു പുഞ്ചിരിയിൽ നിൽക്കുകയാണ് കേട്ടോ. ആദർശം പിന്നെ എന്താ പറയണ്ടേന്ന് അറിയണില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പത്രമാറ്റം അവസാനിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.